ഫുഡ് ചാർജ് ആയി പറ. ഫുഡ് കഴിച്ച് ഫുൾ ചാർജ് ആയി. അങ്ങനെ ഫുഡെല്ലാം ഞങ്ങൾ കഴിച്ചു. പിന്നെ വഡോദര ഞങ്ങൾ പുറപ്പെട്ടു, പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സ്റ്റോപ്പ് അജ്മീർ. എക്സ്പീരിയൻസ് ആയിരുന്നു. ഫുഡ് എങ്ങനെയുണ്ട് അത് പറ. പൊളിച്ച്. അത് നമ്മള് സ്പെഷ്യൽ കുക്കിനെ നമ്മളെ കൂടെ കൊണ്ടു നടക്കുന്നത് എപ്പോഴും. പിന്നെ കപ്പൽ നിർത്തിയിട്ടാ അത് ഗോവയെ കണ്ട കപ്പൽ നിർത്തിയിട്ട പോലെ അല്ലേ DJ കസീനോ. കത്തലോൺ ഇങ്ങനത്തെ ഉണ്ട്. ചില കത്തലോണല്ല, അത് വേറെ റോക്ക്മാൻ. നമ്മളെ ഇവിടുത്തെ മെയിൻ പറയാനുള്ള എന്താന്ന് വെച്ചാൽ റോഡിന്റെ ആണ്. അതായത് ഹൈവേന്ന് പുറത്തേക്ക് ഒരു 4 മീറ്റർ സ്പേസ് ഉണ്ട്. നമുക്ക് ഫ്യൂച്ചർ കണ്ടാണ് അവർ ആ റോഡ് ഇട്ടത്. ഇപ്പൊ നമ്മളെന്ന് പറഞ്ഞാൽ വണ്ടിയിൽ വരെ ഇൻവേർട്ടർ സെറ്റ് ആക്കി, കറണ്ട് സെറ്റ് ആക്കിയിട്ടാണ്. അതിന്റെ വീഡിയോ ഒന്നും കാണിക്കാൻ പറ്റില്ല. നമ്മൾ ബാറ്ററിന്ന് ഡയറക്റ്റ് കണക്ഷൻ അത് ഇനി നിർത്തുമ്പോ കാണിച്ചു തരാം. അതെങ്ങനെ ചെയ്തിട്ടുള്ളത്, എങ്ങനെ നമുക്ക് ലാപ്ടോപ്പ് വാഹനത്തില് അത്യാവശ്യം ഉപയോഗിക്കാം. LT ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. അത്യാവശ്യം LT ഡ്രില്ല് വരെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ സൗദിയിൽ ഉപയോഗിച്ചാണ് എന്റെ വാഹനത്തിൽ. മോദിയുടെ നാടിനെ കുറിച്ച് പറയാൻ ഇവിടെ വന്ന എല്ലാവർക്കും 100 നാക്കാണ്. കാരണം വെച്ചാല് അതുപോലെ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മള് ഈ മോഡിയുടെ വടവര സൂറത്ത് മുതൽ ഇങ്ങോട്ട് കാണുന്നുണ്ട്. റോഡും എന്താ ചെയ്ത് ഇൻഡസ്ട്രിയൽ എന്ന് പറഞ്ഞാൽ എല്ലാവിധ വൻകിട ഇൻഡസ്ട്രിയൽ കാര്യം ഈ ഒരു നാട്ടില് ചെയ്യുന്നുണ്ട്. ബിസിനസ്സുകാർ അത്രയും സപ്പോർട്ടിങ് ആണ്. നമ്മുടെ കേരളം കണ്ടുപിടിക്കേണ്ട വളരെ വലിയൊരു കാര്യമാണ് അത്. അതായത് മലയാളി ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻവെസ്റ്റിംഗ് പവർ എന്ന് വെച്ചാൽ വളരെ വളരെ വലുതാണ്. അത് ശരിക്കും നമ്മുടെ ഗവൺമെന്റ് യൂസ് ചെയ്യുന്നില്ല. ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി മാത്രമല്ല, ബുദ്ധിയും കഴിവും എല്ലാം ഉള്ളവരാണ് മലയാളികൾ. അപ്പം അവരുടെ ആ ഇൻവെസ്റ്റ്മെന്റ് നാട്ടിൽ തന്നെ കൊണ്ടുവന്നാലാണ് ഫ്യൂച്ചറിൽ ഗൾഫിന് ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പം ഗുജറാത്ത് മോഡലൊക്കെ നമ്മൾ കണ്ട് പഠിക്കണം. എല്ലാ ഏരിയയും നമുക്ക് അറിയില്ല, എന്നാലും നമ്മൾ കണ്ടത് വെച്ചിട്ട് കാണുന്ന ഏരിയ വെരി ഹാപ്പിയാണ്. നമ്മളെ വീഡിയോ എഡിറ്റിംഗ് പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു സൈഡിൽ. ഈ സപ്ലൈന് നമ്മൾ കേറാൻ പോകുന്നത് രാജസ്ഥാനിലേക്കാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റേറ്റ്. അതായത് നമ്മുടെ പറയുകയാണെങ്കിൽ നമ്മുടെ 5ാമത്തെ സ്റ്റേറ്റ് ആണ്. നമ്മളിപ്പം കേരളം, കർണാടക, ഗോവ, കർണാടകയിൽ നിന്ന് ഗോവയിൽ നിന്ന് മഹാരാഷ്ട്ര, ഗുജറാത്തിലാണുള്ളത്. അടുത്ത് നമ്മൾ രാജസ്ഥാൻ, 6ാമത്തെ സ്റ്റേറ്റ്. അതും ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റിലേക്കാണ് നമ്മൾ അടുത്ത് കയറാൻ പോകുന്നത്. അതേതാവും? രാജസ്ഥാൻ. ഇത് ക്ലിയറാന്ന് വിചാരിക്കുവേ, ആൾക്കാർക്ക് അറിയില്ലേ. ഉദയപൂർ, അജ്മീർ, ഏകദേശം 150 കിലോമീറ്ററോടെ കഴിഞ്ഞാൽ നമുക്ക് രാജസ്ഥാൻ പോകാം. നമുക്ക് ഈ ഗുജറാത്തിൽ വല്ലതും കാണാൻ കഴിയാതിരുന്ന ഞങ്ങള് ഫുള്ള് പിന്നെ ഹൈവേയില് ടോളെടുത്ത് കയറിപ്പോയി. പിന്നെ ഗുജറാത്തിൽ തന്നെ നമ്മൾ പോകുന്ന റൂട്ടിൽ കാര്യമായിട്ടൊന്നുമില്ല പോകാൻ. അപ്പോൾ അതിനായിട്ടായിട്ട് സമയം നമ്മൾ നോക്കുന്നില്ല. മെയിനായിട്ട് ഹൈവേയിൽ നമുക്ക് കാണാൻ സാധിച്ച കൂടുതലും ഇൻഡസ്ട്രീസ് ആണ്. ഇൻഡസ്ട്രീസ് നമ്മൾ 1-2 നോക്കിയപ്പോ ഒന്നും അകത്ത് കയറ്റുന്നില്ല. നമ്മളത് പെർമിഷൻ എടുത്ത് മുൻകൂട്ടി അത് ടൈം എടുത്ത് ചെയ്യുന്ന. അതുപോലെ കോവിഡ് പ്രോട്ടോകോളും അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പോ അതുകൊണ്ടാണ് ഇൻഡസ്ട്രീസ് നമ്മൾ ഷൂട്ട് ചെയ്യാത്ത. യുദ്ധവിമാനമാണ് കിടക്കുന്നത്, ഒറിജിനൽ എന്നല്ല, ഡെമ്മി അല്ല. ഗോത്രയും കടന്ന് നമ്മൾ അടുത്തത് ഉദയപൂർ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ബ്ലാങ്കറ്റ് കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ബ്ലാങ്കറ്റ് കച്ചവടം നടക്കുമ്പോൾ അപ്പോൾ അതിന്റെ വില ഒന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. നല്ല ബ്ലാങ്കറ്റുകൾ ഇങ്ങനെ അവിടെ നിരത്തി വെച്ചിട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോകും, അവരടുത്തേക്ക്. അപ്പോൾ ഇങ്ങനെ നമ്മളതിന്റെ വില ഒന്ന് ചോദിച്ചു നോക്കാം. ചോദിച്ചു നല്ല റേറ്റ് ആണല്ലോ, 40 രൂപയുള്ളൂ. ഇവിടുത്തെ ടോളുകളിൽ, ഗുജറാത്തിലെ ടോളുകളിൽ കുറച്ച് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയ ഒരു സംഭവമാണിത്.
കാറുകൾക്ക് ടോളില്ല. അതായത് ഗുജറാത്തിൽ കൊടുത്തൊരു മെയിൻ, നമുക്ക് കിട്ടിയ മെയിൻ ഒരു പ്രോഫിറ്റാണിത്. ഇപ്പോൾ രണ്ടാമത്തെ ടോളാണ് കാണുന്നത്. കൃഷി ഏരിയയാണ്. ഇവിടെ ഒരു മൂടൽ മഞ്ഞ് പോലെ ഉണ്ടായത് നമുക്ക് കളറൊരു പക്ക ക്ലിയർ ആയിട്ട് കാണാത്തത്. ഒരു മൂടൽ മഞ്ഞ് അടഞ്ഞ പോലെയാണ്. അത് പൊല്യൂഷൻ്റെ ആണോ അതിൽ മൂടൽ മണ്ണാണോ എന്നറിയില്ല. മൊത്തത്തിൽ ഗുജറാത്തിൽ ചൂടില്ല, വെതർ വെരി ഇതാണ്. ഇപ്പോൾ ഔട്ട് സൈഡ് ടെമ്പറേച്ചർ 26 ആണ് കാണിക്കുന്നത്. നമ്മൾ തലേക്കെട്ടെല്ലാം കെട്ടിയ കർഷകനാണ് കാണുന്നത്. അപ്പോൾ ചെമ്മരിയാടിനെ കണ്ട് അപ്പോൾ നമ്മൾ നേരെ പെട്ടെന്ന് തിരിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ പുറകിൽ ആ ചെമ്മരിയാട്, അതിൻ്റെ പുറകിൽ കൃഷിസ്ഥലം. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ, അടിപൊളിയാന്ന് കാണാം. വണ്ടിയുടെ മേലെ കണ്ടോ, അപ്പോൾ കുടയൊക്കെ മടക്കി വെച്ച് വണ്ടി ഉണ്ട്. ഹൗസ് ഫുള്ളാണ്, ഹൗസ് ഫുൾ. എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട്. എല്ലാവരും ഇപ്പോൾ നല്ല മഴക്കത്തിലാണ്. അപ്പോൾ നമ്മളെ റൂട്ട് ഞാനിപ്പോൾ കാണിച്ചില്ല. നമ്മളെ റൂട്ടിപ്പോൾ ഇതാ ഏകദേശം നമ്മളിതാ ഈ ഒരു ഏരിയ എത്തിയതാ. ഇനിയിപ്പോൾ അടുത്ത ജംഗ്ഷനാണ് ഉദയ്പൂർ. ഉദയ്പൂറാണ് നമ്മളെ പോയിന്റ്. അത് ഇങ്ങനെ മെയിൻ പോയിന്റ്. നമ്മൾ ഇന്നത്തെ ഹോൾട്ട് അജ്മീറാണ് ആയിട്ടുള്ള. ഞാൻ ഗുജറാത്തിൽ മാത്രമേ നമ്മൾ ഇത്രയും ടോൾ കൊടുത്തതിൽ, അതായത് ടോൾ റോഡിൽ ഫ്രീ ആയിട്ട് വന്നിട്ട് കണ്ടത് ഗുജറാത്തിൽ. കാറുകൾക്ക് മാത്രമേ ഉള്ളൂ. കാറ്, ജീപ്പ്, 2 വീല്. കൊമേഴ്സ്യൽ വെഹിക്കിളിന് മാത്രമേ ഇവിടെയൊക്കെ ടോൾ കൊടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാവർക്കും ഗുജറാത്തിൽ ടോൾ ഫ്രീ ആണ്. നോക്കത്താ ദൂരത്ത് കൃഷി ഇങ്ങനെ കണ്ടുകൊണ്ടാണ് ഗുജറാത്തിൻ്റെ ബോർഡറിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് നമ്മളൊരു 2 മണിക്കൂർ ബ്രേക്ക് എടുത്തിട്ടുണ്ടാവും അല്ലേ? 2 മണിക്കൂർ ബ്രേക്ക് എടുത്തിട്ടുണ്ടാവും. ഇപ്പം സമയം 4:30 അപ്പോൾ ഇത്രയും 6:30 മുതൽ 4:30 വരെ കണ്ടിന്യൂസ് ആയിട്ട് ഗുജറാത്തിൻ്റെ സൈഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഏകദേശം ഒരു 1 മണിക്കൂറെങ്കിലും വേണം ഗുജറാത്തിൽ നിന്ന് പാസ് ചെയ്യാൻ. അപ്പോൾ അത്രയും വലിയ സ്റ്റേറ്റ് ആണ് ഗുജറാത്ത് വരുന്നത്. ഡിസ്കി നല്ല കുട്ടിയൊക്കെ പേരിടുന്ന പോലത്തെ സ്ഥലങ്ങളാണ് ഡിസ്കി. ഗുജറാത്തിൽ എന്താണ് കാണാനുള്ളതെന്ന് ചോദിച്ചാൽ ഗുജറാത്തിൽ ഏറ്റവും കൂടുതൽ കാണാനുള്ളത് നല്ല നല്ല കൃഷിയിടങ്ങളാണ്. അത്രയധികം നെല്ലായാലും വയലായാലും പല കൃഷികൾ, പല വ്യത്യസ്ത തരത്തിലുള്ള കൃഷികൾ. ചെറിയ ഏരിയയല്ല, വലിയ ഏരിയയിൽ ഏക്കർ കണക്കിന് നമുക്ക് കാണാൻ കഴിയും. അപ്പം അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് വളരെ അട്രാക്റ്റീവാണ്. ഗുജറാത്തിലെ കൂടുതൽ നമ്മളിപ്പോൾ ഓടിയതിലൊരു നല്ലൊരു ശതമാനം കൃഷി മാത്രമാണ് കണ്ടത്. ഇനിയും നമുക്ക് ഏകദേശം 435 കിലോമീറ്റർ ഉണ്ട് അജ്മീറിലേക്ക്. നമ്മളെ ഡെസ്റ്റിനേഷൻ അജ്മീറിലേക്ക് ഏകദേശം ഇനി ഒരു 435 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. നമുക്ക് അത്രയും ഓടി എത്താൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും ഉദയ്പൂർ എന്ന അതിന് മുമ്പ് ഒരു മെയിൻ പ്ലേസ് ആണ് ഉദയ്പൂർ. ഇപ്പൊ അജ്മീർ എത്താൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഉദയ്പൂർ സ്റ്റേ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കാലത്ത് ഹോട്ടലാണ്. അങ്ങനെയാണെങ്കിൽ നാളെ ഉദയ്പൂരിൽ നിന്ന് പിന്നെ അജ്മീറിൽ നിന്ന് ജയ്പൂർ, അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഇന്ന് ഉദയ്പൂർ എത്തിയിട്ട് ടൈം നോക്കും. ടൈം ഷെഡ്യൂൾ പ്രകാരം ഓടി എത്തുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇന്നത്തെ യാത്ര അജ്മീറിൽ എത്തുന്നുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ യാത്ര ഉദയ്പൂരിൽ അവസാനിപ്പിക്കും. പിന്നീട് അവിടെ നിന്ന് നാളെ രാവിലെ ആയിരിക്കും ബാക്കി യാത്ര തുടരുക. രവിപുര കമ്പ. അതായത് നമ്മുടെ അവിടുത്തെ പോലെ ഈ ഒരു ഏരിയയിൽ വീടുകൾ വളരെ കുറവാണ് അല്ലേ? വീടുകൾ കാണാനില്ല. വീടുകൾ വളരെ ദുർബലമാണ്. പക്ഷെ നമ്മൾ കണ്ട തന്നെ ബിൽഡിംഗ് ആകാം, കുറച്ച് കച്ചവട വീട്, കുറച്ച് കൊമേഴ്സിലെ പഴയ ഫ്ലാറ്റുകളും, അതും പുതിയതൊന്നുമില്ല, വലിയ ഹൈറൈസ് ബിൽഡിങ്ങുകളൊന്നുമില്ല. നമ്മൾ വരുന്ന ഏരിയയുടെ ആണോന്ന് അറിയില്ല. ചിലപ്പോൾ അപ്പുറം ഏരിയ കുറച്ചുകൂടെ പോഷമായിരിക്കും. പക്ഷെ എന്തായാലും വീടുകൾ കണ്ടേ, കർഷകരായാലും എന്തായാലും തൊഴിലാളികൾ, ആരും ഒരു വീട് ഒരു തോട്ടത്തിൻ്റെ സൈഡിൽ പോലും കണ്ടിട്ടില്ല. നല്ല രസമുള്ള തോട്ടം, നല്ല തോട്ടം തന്നെ, നല്ല വിദേശ രാജ്യങ്ങളിൽ കാണുന്ന അതേ രീതിയിലുള്ള തോട്ടങ്ങളാണ്. നമുക്കിവിടെ നിന്ന് നേരിട്ട് കാണുന്ന നമ്മൾ സഞ്ചാരം കാണുന്ന ഒരു ഫീലിങ്ങിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ വണ്ടിയിലുള്ള അവസ്ഥയാണ് ഈ കാണുന്നത്.
ഇപ്പൊ ബോധം കെട്ട് ഉറങ്ങുന്നുണ്ട്, സെപ്പാൻ ബേക്കൽ ഉറങ്ങുന്നുണ്ട്, ആപ്പിത കിട ഉറങ്ങുന്നുണ്ട്. ഇപ്പൊ രണ്ടാള് മാത്രമേ ആക്റ്റീവ് ഉള്ളൂ, ബാക്കിയുള്ള എല്ലാവരും കിടന്നുറങ്ങാണ്. ഉദയ്പൂർ റൈറ്റ്. ഒരേപോലത്തെ വീടുകൾ അഞ്ജലി വില്ലാസ്. ടു BHK 3 BHK ഫ്ലാറ്റ് വില്ല പ്രോജക്റ്റ്. ഇവിടുത്തെ റോഡുകളുടെ സുരക്ഷ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഓരോ സിഗ്നലിലും 3, 4, 5-6 ക്യാമറയാണ് ഇവർ ചെയ്യുന്നത്. മുട്ടക്കുന്നുകളൊക്കെ കണ്ടു തുടങ്ങി, പച്ചപ്പൊക്കെ. ഓൾമോസ്റ്റ് രാജസ്ഥാന്റെ ബോർഡറിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. കാറുകൾക്കായിട്ട് സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്, നമുക്ക് അതിൽ കയറി പോവാം. നമ്മൾ ഓൺലൈനിൽ ചെക്ക് ചെയ്തു, നമ്മുടെ പൈസ കട്ടായിട്ടില്ല. ഇല്ല, ഇവര് പൈസ പോകില്ല, ഫ്രീ. ഇതാണ് ഗുജറാത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളുടെയും ഇത് കാണുന്നുണ്ട് ഇവിടുന്ന്. അപ്പൊ ഗുജറാത്തിൽ കയറിയിട്ട് നമുക്ക് ആദ്യത്തെ ഒരു മോശം അനുഭവം ഉണ്ടായിരിക്കുന്നതാണ്. നമ്മള് വണ്ടിയിൽ AC ഇട്ടാണ് പോകുന്നത്. നമ്മളിപ്പം ഈ 6 പേര് ഏകദേശം 4-5 ദിവസമായിട്ട് ഒന്നിച്ച് ട്രാവൽ ചെയ്യണവരാണ്. അപ്പൊ AC ഇട്ട് പോണ വണ്ടിയിൽ അകത്ത് മാസ്ക് വെക്കണം എന്നാണ് അവർ പറയുന്നത്. ഒരു ടോൾ ഗേറ്റിലെത്തിയപ്പോൾ നമ്മളെ ഒരു പോലീസുകാരനാന്ന് തോന്നുന്നു, അയാൾ വന്ന് എന്താ പറയാ, നമ്മളോട് മാസ്ക് ഇല്ലാത്തതിന് ആളൊന്ന് 1000 രൂപ വെച്ചിട്ട് എല്ലാവർക്കും ഫൈൻ അടയ്ക്കണം. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ പറഞ്ഞതാണ്. നമ്മളറിവ് പ്രകാരം ഓൾ ഇന്ത്യ ലെവലിൽ വാഹനത്തിന് AC ഇട്ട് പോകുമ്പോൾ മാസ്ക് ആവശ്യമില്ല എന്നാണ്. അത് കേരളത്തിൽ മാത്രമാണോ ഇല്ലയോ എന്ന് അറിയില്ല. അപ്പോൾ അത് പ്രകാരമാണ് ഇത്രയും നമ്മൾ ധൈര്യമായിട്ട് മാസ്ക് ഇല്ലാതെ വണ്ടി ഓടിച്ചത്. അവസാനം അത് 200 രൂപയും വാങ്ങിയിട്ട് അത് തീർന്നു. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കും. നല്ല രസമുണ്ട് ഈ ഒരു ഏരിയ ഒക്കെ കാണാൻ. നെൽപ്പാടങ്ങളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഗുജറാത്തിന്റെ നെൽപ്പാടങ്ങൾ. അപ്പൊ നമ്മള് ഗുജറാത്ത് ബോർഡർ കഴിഞ്ഞു. അപ്പൊ നമ്മള് രാജസ്ഥാനിലേക്ക് എൻട്രി ചെയ്തു. ഇവിടെ നിന്ന് 129 കിലോമീറ്ററാണ് നമ്മൾ ഉദയ്പൂരിലേക്കുള്ളത്. അപ്പൊ ഉദയ്പൂരിലേക്കാണ് ഇപ്പൊ പോകുന്നത്. അപ്പൊ നമ്മള് രാജസ്ഥാനിലേക്ക് കയറി. രാജസ്ഥാൻ അപ്പൊ നമ്മള് അടുത്ത വീഡിയോസിൽ നമ്മള് കോറിയ മാർബിളിന്റെ വിലകള്, മാർബിൾ എങ്ങനെ വാങ്ങിക്കാം, അതിനെ കുറിച്ച് കൃത്യമായി അറിയുന്ന ഇനിയിപ്പ എല്ലാം ഇങ്ങക്ക് പറഞ്ഞു തരും. മരണത്തുള്ളായിരുന്നു 10,000 രൂപക്ക് കല്ല് കിട്ടും. ഇവിടെ വന്ന് നോക്കട്ടെ, ചെങ്കല്ലാണ് അതോ മാർബിൾ തന്നെയാണോ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ദിവസത്തെ വീഡിയോയിൽ അതിന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മള് വിളിച്ച് പുള്ളി പറഞ്ഞു 1, 2, 3, 4, 5 റോഡ് ഇതിൽ ഒരു റോഡ്. അയ്യോ മക്കളെ എന്ന് പറയുന്നത്, നമ്മളെ കേരളത്തിൽ വന്നിട്ട് ഇവര് പണിയെടുത്ത് പൈസ കൊടുത്തിട്ട് ഇവിടെ പിരിച്ചിടുകയാണ് നമ്മളെ പൊട്ടന്മാരാക്കി. വീതിയിലെ ചെറിയ ട്രാക്ക് 3, 6 ട്രാക്ക്, 6, 1, 7, 8, 9, 10, 11 ട്രാക്ക്. 12 ട്രാക്കുള്ള വേയാണിത്. വർക്ക് കടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഗൈസ്, അങ്ങനെ നമ്മൾ 6ാമത്തെ സംസ്ഥാനമാണ് ഇപ്പൊ കടന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ യാത്ര നമ്മൾ ഉദയ്പൂർ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ലേറ്റ് ആയി. അപ്പൊ നാളെ പുതിയ വീഡിയോ ഉദയ്പൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് നൈറ്റ്, ശുഭരാത്രി.